കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം ഒരു വാഗ്ദാനത്തിന്റെ രാഷ്ട്രീയമാണ്, ഒരു ഫേക്ക് പ്രോമിസസിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് ചെയ്യുന്നത്. അവർ ബീഹാറിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, ഡൽഹിയിൽ ചെയ്തു, 2024 ലോക്സഭ ഇലക്ഷനിൽ ചെയ്തു, ഹിമാചൽ പ്രദേശിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു, കർണാടകയിൽ ചെയ്തു. ഈ ഇലക്ഷനിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ വെറുതെ പറഞ്ഞു ഓടിപ്പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് നാടിനെ നന്നാക്കാനോ നാടിന് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു കാഴ്ചപ്പാടോ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. വെറുതെ ഒരു വാഗ്ദാനം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ, പഴയ രീതിയിൽ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നമ്മളൊന്ന് ഇന്ന് പരിശോധിക്കണം, പഠിക്കണം. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ന് എന്താണ് സ്ഥിതി? ജനങ്ങൾ വിശ്വസിച്ചു, അവർക്കൊരു അവസരം കൊടുത്തു, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറയുന്നു, ശമ്പളം കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തെലങ്കാന സർക്കാർ ഫാം ലോൺ വേവർ പ്രഖ്യാപിക്കുന്നു, പക്ഷെ അവിടുത്തെ കർഷകർക്കൊന്നും കാശ് കിട്ടുന്നില്ല. തെലങ്കാന സർക്കാരിന്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ലോൺ വേവറിന് കാശ് എവിടുന്ന് കിട്ടും എന്ന് അത് കിട്ടുന്നില്ല. എങ്ങനെയാണ് അത് റേസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ശമ്പളം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 2-3 മാസം ഡിലേ, പെൻഷൻ 6-7-8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കർണാടക കോൺഗ്രസ് ഈ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കി ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ഡെവലപ്മെന്റിന് കാശില്ലാന്ന് അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഈ ഫേക്ക് പ്രോമിസസ്, ഇത് ഇലക്ഷന് മാത്രം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ, അത് അവര് ഇതിനു മുമ്പും പല സംസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ വോട്ട് നേടിയിട്ടുണ്ട്. ആ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണെന്ന് BJP മഹാരാഷ്ട്ര ഇലക്ഷന്റെ സമയത്ത് മുൻപോട്ട് വെച്ച ഒരു സാമ്പിളാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും പറയാ, എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുക, ഏത് വിലയാണെങ്കിലും ഏത് ലെവലിലും പോവാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടി ഭരണം പിടിക്കാൻ.